ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 7ലെ ഫസ്റ്റ് ചാപ്റ്ററായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിലിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ്. ആദ്യമേ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. See how happily these children maintain their vegetable garden. Don't you think their minds also blossom and yield when each plant blossoms and yields? ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചത് ഈ കുട്ടികളുടെ ഹാപ്പിനെസ്സിനെ പറ്റി. ഒരു വെജിറ്റബിൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, നമ്മളെല്ലാവരും ആരായാലും വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് വളർത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഓരോരോ ഒരു സീഡ് ബ്ലോസം പൂക്കൾ വിരിഞ്ഞ് വരുമ്പോഴും ഓരോരോ വിളവുകൾ ഉണ്ടായി വരുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതിനെപ്പറ്റിയാണ് ഇവിടെ ഈ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഇനി 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ 2 ചോദ്യങ്ങളാണ്: Do you maintain the vegetable garden in your school this way? Does it yield well always? ആദ്യത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡൻ നമ്മൾ ഇതുപോലെ ആ കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ്. അപ്പം നമ്മൾ സ്കൂളിലൊന്നും നോക്കുന്നില്ല, അപ്പോൾ വീട്ടിൽ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് എന്ന് വെച്ചാൽ നല്ല രീതി നോക്കണം. അതിനെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്ന അടുത്തത്. ഡസ് ഇറ്റ് yield well always? അതെപ്പോഴും നല്ലതുപോലെ വിളവ് വരുമോ, നല്ലതുപോലെ വിളവ് നമുക്ക് കിട്ടുന്നുണ്ടോ, അതെല്ലാം നല്ലപോലെ ഫലങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന രണ്ടാമത്തെ ചോദ്യം. അടുത്ത ഇതിന് ശേഷമുള്ളതാണ് ഒരു കുട്ടി പറയുന്നു: എ പംകിൻ വൈൻ ദാറ്റ് സ്പ്രൗട്ടഡ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദി കിച്ചൺ വാസ് റെഡി ടു സ്പ്രെഡ്. ഐ മേഡ് എ ഫറോ ഗ്രൗണ്ട് ഇറ്റ്, mannered and watered it. It grew well but yielded only 2 or 3 pumpkins. എന്ന് വെച്ചാൽ ഈ കുട്ടി എൻ്റെ വീടിൻ്റെ കിച്ചൻ്റെ പുറയിലായിട്ടുള്ള ആ സ്ഥലത്ത് പംകിൻ്റെ ചെടി തനിയെ കിളിച്ചു വന്നു. പക്ഷെ അവിടെ അത് നന്നായിട്ട് വലുതാവുകയും ചെയ്തു. ഈ കുട്ടി അതിന് മാനർ ചെയ്തു, വെള്ളം കൊടുത്തു, എല്ലാം ഫറോ അതിനെ നന്നായിട്ട് നോക്കി. എന്നിട്ട് പോലും ആ കുട്ടിക്ക് കിട്ടിയത് 2-3 പംകിൻ മാത്രമേ അത് വലുതായപ്പോൾ കിട്ടിയുള്ളൂ. അത് കൂടുതൽ കിട്ടിയില്ല. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു ചോദ്യമാണ് അടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഡിഡ് യു ലിസൺ ടു വാട്ട് ബാബു സെയ്ഡ്? ബാബു എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി എന്താ പറഞ്ഞതെന്ന്, ബാബു എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? വൈ ഡു യു തിങ്ക് ദ പ്ലാന്റ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മോർ ഫ്രൂട്ട്സ്? എന്തുകൊണ്ട് ഈ പ്ലാന്റ് ഒത്തിരി ഫ്രൂട്ട്സ്, അതായത് ഒത്തിരി ഫലങ്ങൾ അതിൽ പിടിച്ചില്ല, അതിൽ ഉണ്ടായില്ല? അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇവിടെ ബാബു ചോദിക്കുന്ന ചോദ്യം. അതിനോടുള്ള ബാക്കി കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നർച്ചറിങ് എലോൺ ഈസ് നോട്ട് ഇനഫ് ടു ഗെറ്റ് മോർ ഈൽഡ്. നർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സംരക്ഷിച്ചാൽ മാത്രം അത് നല്ല ഈൽഡ് കിട്ടണമെന്നില്ല. വെറുതെ അതിനെ വെള്ളമൊക്കെ കൊടുക്കാം, പക്ഷെ അതിന് ഓരോന്നിനും ഓരോ പ്രത്യേക രീതികളുണ്ട്. അതില്ലാതെ നമ്മൾ അതിനെ നർച്ചർ ചെയ്താലൊന്നും, ഈ വളർത്തിയെടുക്കാൻ നോക്കിയൊന്നും നല്ല ഈൽഡ് കിട്ടണമെന്നില്ല. There are other factors to be considered too. അങ്ങനെ നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ വേറെ ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ഫെർട്ടൈൽ സോയിൽ, അതായത് ഫലഭൂഷ്ടമായ മണ്ണ് അതിനൊരു മെയിൻ ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. രണ്ടാമത്തത് ഫേവറബിൾ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയാലും മതി. ഫേവറബിൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഓരോ ചെടികൾക്കും പലതരം ക്ലൈമറ്റാണ് വേണ്ടത്. അത് പിടിക്കണമെങ്കിൽ പല ക്ലൈമറ്റിലേ പറ്റത്തുള്ളൂ. ചില വിൻ്റർ പിടിക്കുന്നത് സമ്മർ പിടിക്കണമെന്നില്ല. സമ്മർ സീസണിൽ അത് ചിലപ്പം നന്നായി വളരണമെന്നില്ല. അപ്പോൾ അതാണ് ഫേവറബിൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ. ക്വാളിറ്റി സീഡ്സ് and planting materials. അതായത് ക്വാളിറ്റി സീഡ്സും പ്ലാന്റിങ് മെറ്റീരിയൽസും നമുക്കറിയാം. നല്ല സാധനങ്ങൾ ഉപയോഗിച്ചാൽ, നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ഗുണമേന്മയുള്ള സീഡ്സ്, വിത്തുകളും അതുപോലെ തന്നെ പ്ലാന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഉപയോഗിച്ചാൽ ആ ചെടി അത് നന്നായിട്ട് വളരത്തുള്ളൂ, ഈൽഡ് കിട്ടത്തുള്ളൂ. ഇപ്പം ഈ ബാബുവിന് പറ്റിയ പോലെ ആയിപ്പോ, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം അതായിരിക്കും. സോ അപ്പം നമ്മുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ തന്നെ താഴോട്ടുള്ള സീഡ് ക്വാളിറ്റി എന്നുള്ള നെക്സ്റ്റ് പോർഷനിലേക്കാണ് പോകുന്നത്.
സീഡ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ്റെ ഗുണമേന്മ. എ സിംഗിൾ പ്ലാന്റ് ഈൽഡ്സ് പ്ലെൻറ്റി ഓഫ് സീഡ്സ്. ഒരു പ്ലാന്റ് ഒത്തിരി സീഡ് നമുക്ക് തരുന്നുണ്ട്. ആർ ഓൾ സീഡ് സ്യൂട്ടബിൾ ഫോർ ഫാമിംഗ്. പക്ഷേ എത്ര സീഡ് കിട്ടിയാലും അതെല്ലാം നമുക്ക് ഫാർമിങ്ങിന് സ്യൂട്ടബിൾ ആയിരിക്കുമോ? ആയിരിക്കത്തില്ല, ഉറപ്പായിട്ടും ആയിരിക്കത്തില്ല. കാരണം എല്ലാ സീഡും സ്യൂട്ടബിൾ ആവാൻ സാധ്യത കുറവാണ്. പല കാരണങ്ങൾ കാണും. ആ ചെടിയെ ഡിസ്ട്രോയ് ചെയ്യുന്ന പല കാരണങ്ങൾ കാണും. അങ്ങനെ എല്ലാം നമുക്ക് കിട്ടത്തില്ല. Why do you think the pumpkin that grew in the kitchen yard did not produce much? Do you realize that all seeds may not have the same quality? എന്തുകൊണ്ട് ഈ ബാബു വളർത്തിയ അവിടെ കിടന്ന വിത്തുകളിൽ നിന്ന് എല്ലാ പംകിനും നന്നായിട്ട് വളർന്നു വന്നില്ല? ഒത്തിരി അരി ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീഡിനും ഒരേ ക്വാളിറ്റി കാണത്തില്ല, ഒരേ ഗുണമേന്മ കാണത്തില്ല. പല സീഡും ചിലപ്പോൾ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സീഡൊന്നും വിളവ് ലഭിക്കത്തില്ല, അത് വലുതാവത്തില്ല. നല്ല സീഡുകൾ മാത്രമേ അവിടെ വളർന്നു വരത്തുള്ളൂ. ഇനി അടുത്തത് ഒരു ചോദ്യമാണ്. അപ്പം ഇതിൽ നിന്നുള്ള ചോദ്യം ഇതാണ്: വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ്സ് ഫ്രം എ പ്ലാന്റ്? ഒരു ചെടിയിൽ നിന്ന് സീഡ്സ് നമ്മൾ എടുക്കുമ്പം ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിന് ഓരോ സീഡ് നല്ലത് നോക്കി എടുക്കണമെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അപ്പം അത് ആദ്യത്തേത് സീഡ്സ് കളക്റ്റഡ് ഫ്രം ഹൈ yield. Seeds collected from high yield plants. നല്ല ഈൽഡ് ലഭിക്കുന്ന, നല്ല വിളവ് ലഭിക്കുന്ന പ്ലാന്റ്സിൽ നിന്നുള്ള വിത്തുകൾ വേണം ആദ്യമേ നമ്മൾ എടുക്കാൻ. രണ്ടാമത്തത് ഡോണ്ട് കളക്ട് സീഡ്സ് ഫ്രം disease affected plants. അതായത് അസുഖം വന്ന പ്ലാന്റ്സ്, പലതരം പ്രാണികളൊക്കെ ഇരുന്ന് അസുഖം വന്ന് നശിക്കാറായ പ്ലാന്റ്സിൽ നിന്നൊന്നും ഈ വിത്തുകൾ എടുക്കരുത്. അസുഖം വന്നിരിക്കുന്ന പ്ലാന്റ്സിൽ നിന്നൊന്നും വിത്തുകൾ എടുക്കരുത്. മൂന്നാമത്തത് സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് from fruits that fall in the midspan. എന്നുവെച്ചാൽ നമ്മൾ വിത്തുകൾ എടുക്കുമ്പം ഫ്രൂട്ട്സ് പല സമയത്തുണ്ടാകുന്നുണ്ട്. ആദ്യമേ ഉണ്ടാകുന്ന ഫ്രൂട്ടുകളിൽ നിന്ന് എടുക്കരുത്. അതിൻ്റെ വിത്തുകൾ ചിലപ്പം നന്നായിട്ട് വളരണമെന്നില്ല. അത് മിഡ് സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രൂട്ട് പിടിക്കുന്നതിൻ്റെ ആ ഒരു കാലയളവിൽ ആദ്യമേ പിടിക്കുന്നതിൽ നിന്ന് എടുക്കരുത്. നടുക്ക് ആ ഒരു കാലയളവിൻ്റെ നടുക്ക് ഭാഗം കാണുമല്ലോ, എന്നുവെച്ചാൽ കുറച്ച് പിടിച്ച് പോയി അത് കഴിഞ്ഞിട്ട് വരുന്ന നടുക്ക് ആ ഫ്രൂട്ട്സ് തീരുന്നതിന് മുമ്പുള്ളൊരു ആ ലെവലിലുള്ള ഫ്രൂട്ട്സിൻ്റെ വിത്തുകൾ എടുക്കണം. അപ്പോൾ 3 പോയിന്റ്സ് ഇത് ഇത്രയാണ്. സീഡ്സ് കളക്റ്റഡ് ഫ്രം ഹൈ ഈൽഡ് പ്ലാന്റ്സ്. നല്ല ഈൽഡുള്ള, നല്ല വിളവ് ലഭിക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യണം. ഡോണ്ട് കളക്ട് സീഡ്സ് ഫ്രം ഡിസീസ് അഫക്റ്റഡ് പ്ലാന്റ്സ്. ഡിസീസ് അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് അസുഖങ്ങൾ വന്നിട്ടുള്ള ചെടികളിൽ നിന്നൊന്നും വിത്തുകൾ എടുക്കരുത്. സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിൽ നിന്നുള്ള സീഡ്സേ കളക്ട് ചെയ്യാവുള്ളൂ. ആ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിൽ നിന്നുള്ള സീഡ്സേ കളക്ട് ചെയ്യാവുള്ളൂ. സോ ആദ്യത്തെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് 2 പടം അവിടെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 8 തന്നിട്ടുണ്ട് 2 പടം. ഫസ്റ്റ് തന്നെ ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, നോട്ട് ദി ഡിഫറൻസസ്. ഈ 2 പടവും തമ്മിൽ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കുക. കാണുമ്പോഴേ മനസ്സിൽ ഒരെണ്ണം അസുഖം വന്നത്, ഒരെണ്ണം അല്ലാതെ നല്ല നിൽക്കുന്ന വെണ്ടയ്ക്കയുടെ ചെടി.
അടുത്തത് വിച്ച് ഹാസ് മോർ yield. ഇവിടെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ ചോദ്യം. ഫസ്റ്റ് ചോദ്യം വിച്ച് ഹാസ് മോർ yield. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ yield ഏതിനാ? ഫസ്റ്റ് നമ്മൾ പറയും ഫസ്റ്റ് പ്ലാന്റിനാണ്. അതിന് ഉത്തരം അതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം മറ്റേത് ഡിസീസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് yield വരത്തില്ല, വന്നെല്ലാം നശിച്ചു പോവുക. അപ്പം ആദ്യത്തെ പിക്ചർ കണ്ടാണ് അതിൻ്റെ ഉത്തരം. Can seeds be collected from a diseased plant? ഡിസീസ് ആയിപ്പോയ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് സീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഉത്തരം നോ എന്നാണ്. ഇവിടെ നോ ആൻസർ. നമ്മുടെ ആൻസർ ഫസ്റ്റ് പടമാണ്, ഫസ്റ്റ് പിക്ചർ. മനസ്സിലാവുന്ന അറിയത്തില്ല, എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. അത് ഞാൻ ഇച്ചിരി ബോർഡ് എഴുതിയിട്ടുള്ളൂ, വലിയ ചോദ്യമാണ്. ഹാവ് യു നോട്ടീസ് ദാറ്റ് ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഇൻ എ പ്ലാന്റ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ്? ഒരു പ്ലാന്റിൻ്റെ പല കാലങ്ങൾ, അതിൻ്റെ ഓരോരോ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും, അതിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും സീഡ്സും ഫ്രൂട്ട്സും ഒക്കെ ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പം വിച്ച് സ്റ്റേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ കളക്ടിങ് സീഡ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞാലും മിക്സ് പാനിലുള്ള സമയത്തെ ഫ്രൂട്ട്സിൻ്റെ അകത്തുനിന്ന് സീഡ്സ് കളക്ട് ചെയ്യാവുള്ളൂ, നല്ല വിളവ് ലഭിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് അത് തന്നെ ചോദ്യമായിട്ട് ചോദിച്ചതേ ഉള്ളൂ. ഫസ്റ്റ് ഫോംഡ് ആണോ, മിഡ് ഫോംഡ് ആണോ, അതോ ഒരു ഗ്രോയിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള എൻഡ് സ്റ്റേജിലുള്ള ഫോംഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്നാണ്? എൻ്റെ ഉത്തരം വേറെ ഒന്നുമല്ല, മിഡ് ഫോംഡ്. നേരത്തെ പറഞ്ഞ അതുകൊണ്ട് എഴുതുന്നതേ ഉള്ളൂ, മിഡ് ഫോംഡ്. മിഡ് ഫോംഡ് ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യമാണ് ട്രൈ ടു റൈറ്റ് ഡൗൺ ദ ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ എ പ്ലാന്റ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞായിരുന്നു. Don't collect seeds from disease-affected plants. Seeds collected from high-yielding plants. Seeds must be collected from fruits that form in the midspan. ഇത് നമ്മൾ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് സീഡ്സ് ഫ്രം എ പ്ലാന്റ്സ്. ഒരു പ്ലാന്റിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യുമ്പോൾ അതിന് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞ ആൻസർ അത് തന്നെ ഞാൻ വേറൊരു രീതിയിൽ എഴുതി വെച്ചേക്കുന്നതാണ് ഇത് ഉത്തരവായിട്ട് എഴുതാം. പ്ലാന്റ്സ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ് ഷുഡ് ബി ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. ആരോഗ്യമുള്ള പ്ലാന്റ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം ആരോഗ്യമുള്ളതായിരിക്കണം, അസുഖങ്ങളൊന്നും ഉണ്ടാകരുത്. രണ്ടാമത്തെ കാര്യം ഡു നോട്ട് കളക്ട് സീഡ് ഫ്രം ഡിസീസ്ഡ്. അസുഖം വന്നതിൽ നിന്നൊന്നും കളക്ട് ചെയ്യരുത്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ മൂന്നാമത്തേത് സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിക്സ് പാൻ. മിക്സ് പാനിൽ ഉണ്ടാകുന്ന, അതായത് മധ്യകാലയളവ്, ആ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഫലം ഉണ്ടാകുന്നതിൻ്റെ ചെടിയിൽ മധ്യകാലയളവിൽ ഉണ്ടാകുന്ന സീഡ്സ് മാത്രം, ഫ്രൂട്ട്സിൻ്റെ സീഡ്സ് മാത്രമേ കളക്ട് ചെയ്യാവുള്ളൂ. ഇത് ഇത്രയാണ് മെയിൻ ഈ ഒരു ചോദ്യത്തിൻ്റെ. ട്രൈ ടു റൈറ്റ് ഡൗൺ ദ ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ എ പ്ലാന്റ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്. ഇതിൻ്റെ ഉത്തരം ഇത് ഇത്രയാണ്. മറ്റേതും ഉത്തരമായിട്ട് എടുക്കാം, ഇതും അതിൻ്റെ ഒരു ഉത്തരം. അടുത്തത് there may be many crops cultivated in your locality. Observe how any 2 or 3 varieties of seeds are collected and stored and noted down in your science diary. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അതിൻ്റെ അകത്ത് പറയുന്ന വേറൊന്നുമല്ല, 2-3 വെറൈറ്റി സീഡ്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ഓരോ തരം ലൊക്കാലിറ്റിയിലുള്ള ക്രോപ്സിൻ്റെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിൻ്റെ അതനുസരിച്ച് വേണം എഴുതാനായിട്ട്. ആ ചോദ്യം നിങ്ങൾ തന്നെ ചെയ്യണം. അടുത്ത ടോപ്പിക്കാണ് സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. ഇറ്റ് ഈസ് ഈസി ടു സെലക്ട് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫ്രം പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ. ഹൗ വിൽ യു സെലക്ട് ക്വാളിറ്റി സീഡ്സ് ഫ്രം പ്ലാന്റ്സ് ദാറ്റ് ഹാവ് സ്മാളർ സീഡ്സ് ദാൻ ദ എബോവ്? ലേഡീസ് ഫിംഗറിൻ്റെയും പീയുടെയൊക്കെ സീഡ്സ് വലുതാണ്, പക്ഷെ അതിൽ ചെറിയ സീഡ്സ് ഉള്ള ബ്രിഞ്ചാളിൻ്റെ ഒക്കെ കൂട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്ന്, അതായത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ, അതിൽ നിന്ന് എങ്ങനെ നമ്മൾ വിത്തുകൾ എടുക്കും എന്നാണ് ഈ ചോദ്യം. ഇൻ ദ കേസ് ഓഫ് ബ്രിഞ്ചാൾ, ഗുഡ് സീഡ്ലിങ്സ് ആർ ട്രാൻസ്പ്ലാന്റഡ് ആഫ്റ്റർ സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ് സീഡ്സ്. ഈ ബ്രിഞ്ചാളിൻ്റെ ഒക്കെ കൂട്ട് സ്മാൾ സീഡ്സ് ഉള്ള പ്ലാന്റ്സ് ഫ്രൂട്ട്സിൽ നിന്ന്
ആൻഡ് വെജിറ്റബിൾസ് ഓൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതിൻ്റെ അകത്ത് ചെറിയ സീഡുള്ളതിന് നമ്മൾ എടുക്കുന്നത് ആദ്യം അതിനെല്ലാം നടും. അതിനെ വിളിക്കുന്ന പേരാണ് സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. ആ ഒരു മെത്തേഡിനെ അത് നമ്മളെല്ലാ അരിയും നടുകയും ചെയ്യും. അതിൻ്റെ അകത്തുനിന്ന് നല്ലത് നോക്കിയെടുത്ത് വളർത്തുകയും ചെയ്യും. നല്ല സീഡ്ലിങ്സിനെ എടുത്ത് നമ്മൾ വളർത്തിയെടുക്കും. ഇപ്പോൾ സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ് നമ്മൾ ഈ ചെറിയ ചെറിയ വിത്തുകളുള്ള ചെടികളിൽ നിന്ന് ചെയ്യുന്ന പ്രോസസ്സാണത് സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. Can you find more examples for seedlings that are transplanted and seedlings that are not? Classify them and write down in the science diary. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമാണ് എക്സാമ്പിൾസ്. ഇതുപോലെ സീഡ്ലിങ്സ് ഉണ്ടായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുന്നതും സീഡ്ലിങ്സ് വരാതെ അങ്ങനെ നമ്മൾ അല്ലാതെ വലിയ സീഡ്സ് ഉള്ളതിനെ ചെയ്യുന്ന പോലെ ചെയ്യുന്നതുമായിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്തതിനെ റൈറ്റ് ചെയ്ത് സയൻസ് ഡയറിക്കകത്ത് റൈറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. സീഡ്ലിങ്സ് ദാറ്റ് ആർ ട്രാൻസ്പ്ലാന്റഡ്, സീഡ്ലിങ്സ് ദാറ്റ് ആർ നോട്ട്. ട്രാൻസ്പ്ലാന്റിൻ്റെ അകത്ത് ഫസ്റ്റ് ഉള്ളത് അമരാന്തസ്, ടൊമാറ്റോ, ചില്ലി, റൈസ്, ബ്രിഞ്ചാൾ, ഗോവ. അമരാന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര, ടൊമാറ്റോ തക്കാളി, ചില്ലി മുളക്, റൈസ് അരി, ബ്രിഞ്ചാൾ വഴുതനങ്ങ, ഗോവ പേരയ്ക്ക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അരി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് സെർവ് ചെയ്ത് അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വളർത്തി സ്പ്രൗട്ട് ചെയ്തെടുക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. അങ്ങനെ സ്പ്രൗട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അത് നല്ലത് നോക്കി മാറ്റി അങ്ങനെ നമുക്ക് നല്ല ഈൽഡുള്ള ചെടി ഈ ഒരു എത്ര എണ്ണത്തിൻ്റെ അകത്തുനിന്ന് കിട്ടത്തുള്ളൂ. അതാണ് സീഡ്ലിങ്സ് ദാറ്റ് ആർ ട്രാൻസ്പ്ലാന്റിൻ്റെ അകത്ത്. ഇവരുടെ എല്ലാത്തിൻ്റെ അരി ചെറുതായിരിക്കും. ഇത് സീഡ്ലിങ്സ് ദാറ്റ് ആർ നോട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അരി വലുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അരി വലുതുള്ളതിന് നമുക്ക് നല്ല സീഡ് നോക്കി കളക്ട് ചെയ്ത് നല്ല സീഡ് കുഴപ്പമൊന്നും ഇല്ലാത്ത ചെടിയിൽ നിന്ന് കളക്ട് ചെയ്ത് അങ്ങനെ നട്ടാൽ മതി. അതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അകത്ത് എക്സാമ്പിളാണ് കുക്കുംബർ, ബിറ്റർ ഗോഡ്, ലേഡീസ് ഫിംഗർ, സ്നേക്ക് ഗ്രൗണ്ട്, പംകിൻ, ജാക്ക് ഫ്രൂട്ട്. കുക്കുംബർ വെള്ളരിക്ക, ബിറ്റർ ഗോഡ് പാവയ്ക്ക, ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക, സ്നേക്ക് ഗ്രൗണ്ട് പടവലങ്ങ, പംകിൻ മത്തങ്ങ, പിന്നെ ജാക്ക് ഫ്രൂട്ട് ചക്ക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സീഡ്സ് വലുതാണ്. അത് നമുക്ക് നോക്കി തിരഞ്ഞെടുത്ത് വളർത്താൻ കഴിയും. മറ്റേൻ്റെ എല്ലാം ചെറിയ സീഡായിട്ട് നമ്മൾ അതിൻ്റെ സീഡ്ലിങ്സ് നോക്കി അതിൻ്റെ അകത്ത് നല്ല നോക്കിയിട്ട് മാറ്റി വളർത്തിയെടുക്കാൻ കഴിയത്തുള്ളൂ. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റെം കട്ടിങ്. സ്റ്റെം കട്ടിങ്ങിൻ്റെ 2 ക്വസ്റ്റ്യൻസ് 2 ഡെഫിനേഷൻസേ ഉള്ളൂ. എങ്ങനെയാണ് ഓരോ ചെടികളും ഫോർമേഷൻ നടക്കുന്നത് അത് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ളതാണ്. അത് 2 രീതിയിലുള്ള പ്രോസസ്സിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷനും പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷനും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡിൽ നിന്ന് സീഡ്ലിങ്സ് ഉണ്ടായി വരുന്നതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ലേഡീസ് ഫിംഗർ പ്ലാന്റ്, ടൊമാറ്റോ പ്ലാന്റ്, ചില്ലി പ്ലാന്റ് എക്സെട്ര. ഈ ലേഡീസ് ഫിംഗറിൻ്റെയും ടൊമാറ്റോയുടെ എല്ലാം വിത്തിൽ നിന്നാണ് അതിൻ്റെ സീഡ്ലിങ്സ് എല്ലാം ഉണ്ടായി വരുന്നത്. ഇനി അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ ആണ് ഇനി അങ്ങോട്ടുള്ള ഭാഗത്തിലേക്ക് മെയിനായിട്ട് പറയുന്നത്. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്സ്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ. എക്സാമ്പിൾ റോസ് പ്ലാന്റ്, ടപ്പിയോക്ക, ഹിബിസ്കസ് പ്ലാന്റ് എക്സെട്ര. നമ്മൾ ഈ റോസ് പ്ലാന്റിലും ടപ്പിയോക്ക, ചീരി, ഹിബിസ്കസ് പ്ലാന്റ്, ചെമ്പരത്തി അതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ സ്റ്റെമ്മൊക്കെ ഒടിച്ച് വെച്ച് നമ്മളതിനെ കിളിപ്പിക്കാറുണ്ട്. ഇവിടെ ഒരു അരിയിൽ നിന്നുണ്ടായി വരുമല്ല, പകരം അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും ലീഫിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള പാർട്സ്, റൂട്ട്, സ്റ്റെം, ലീഫ് ഇതുപോലുള്ള പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് പറയുന്നത്. സീഡ്ലിങ്സ് സീഡിൽ നിന്നുണ്ടാകുന്നതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത് രണ്ടുമാണ് ഈ സ്റ്റെം കട്ടിങ് എന്ന ഭാഗത്തിലെ ഫസ്റ്റ് മെയിനായിട്ട് വേണ്ട 2 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങൾ പോലെ കൊടുത്തപ്പോണ്ട് അടുത്ത ലെയറിങ്ങിലോട്ട് കിടക്കുന്നതിന് മുമ്പുള്ള ചോദ്യങ്ങളാണ്. ഈസ് എ ന്യൂ ഗോവ പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് യൂഷ്വലി ബൈ പ്ലാന്റിങ് ഇറ്റ് സ്റ്റെം കട്ടിങ്. ഒരു പുതിയ പേരയുടെ മരം, പേരച്ചെടി നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം?
ഒരു പുതിയൊരു പേരയുടെ ചെടി നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, സ്റ്റെം കട്ടിങ്ങിലൂടെ, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷനിലൂടെ എങ്ങനെ ഒരു പുതിയ ചെടി പ്രൊഡ്യൂസ് ചെയ്യാം. വാട്ട് ഈസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് വിത്ത് ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് ദി പാരൻറ്റ് പ്ലാന്റ്? എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഒരു പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസിൽ വെച്ച് തന്നെ ആ പാരൻറ്റ് പ്ലാന്റിൽ നിന്ന് ഒരു ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? What will happen if we plant after sprouting roots on the branches of the parent plant? Try these activities. എന്ത് സംഭവിക്കും നമ്മളൊരു പ്ലാന്റിനെ പാരൻറ്റ് പ്ലാന്റിൻ്റെ ബ്രാഞ്ചിൽ വെച്ച് റൂട്ട്സ് സ്പ്രൗട്ട് ചെയ്തിട്ട് അതിനെ അവിടെ നിന്ന് മാറ്റി അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതറിയാനായിട്ടാണ് അടുത്ത ട്രൈ ദീസ് ആക്ടിവിറ്റീസ്. ലെയറിംഗ് ആണ് അടുത്ത ടോപ്പിക്. സോ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ ലെയറിങ്ങും ഗ്രാഫ്റ്റിംഗ് പിന്നെ അതിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കാണുമായിരിക്കും. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.